It's happening again. It's happening again. Oh, Mikel Arteta. It's happening again. ഈ സീസൺ പ്രീമിയർ ലീഗും കൂടെ ബോട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർസണൽ ഫാൻസ് അർട്ടേറ്റയെ നിങ്ങളുടെ ക്ലബിൽ വെച്ച് പൊറപ്പിക്കുമോ? കാരണം നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ 3 സീസണിലും 3 പ്രീമിയർ ലീഗ് സീസണിലും ആർസണലാണ് രണ്ടാമത് ഫിനിഷ് ചെയ്തത്. അപ്പം 3 സീസണിൽ ലീഗ് ടൈറ്റിൽ ബോട്ടിൽ ചെയ്ത് ഓൾറെഡി. 4ാമത്തെ സീസൺ കൂടെ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഇൻ ദ പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമോ? കാരണം ഈ കഴിഞ്ഞ 4 സീസണിൽ നിങ്ങൾ രണ്ടാമതെത്തിയ സമയത്ത് ബാക്കിയുള്ള ചെറിയ ചെറിയ ടീമുകളെയൊക്കെ നോക്കൂ. ക്രിസ്റ്റൽ പാലസ്, ന്യൂകാസിൽ, വെസ്റ്റ് ഹാം, അതുപോലെ തന്നെ സ്പേഴ്സ്, ഈവൻ സ്പേഴ്സ് വരെ ഒരു മേജർ ടൈറ്റിൽ ജയിച്ചു. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ടൈറ്റിൽ പോലുമില്ല. അപ്പം അങ്ങനെ ഉള്ള ടൈറ്റിൽസൊക്കെ ബോട്ടിൽ ചെയ്ത് പോകുന്ന ഒരു കോച്ചിനെ സ്റ്റിൽ നിങ്ങൾ ബാക്ക് ചെയ്യാനാണോ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കറിയാം ഇന്നത്തെ മത്സരത്തിൽ ആർസണൽ ശരിക്കും പറഞ്ഞാൽ ആർസണൽ നന്നായിട്ട് കളിച്ചെന്ന്. നമ്മൾ കഴിഞ്ഞ കാരബാओ കപ്പ് ഫൈനലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു സ്പോർട്ടിങ്ങുമായിട്ടുള്ള മത്സരമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കുറേ കൂടെ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിരുന്നു. ഇന്ന് മത്സരം ജയിക്കണം, ഗോൾ അടിക്കണം, ബോൾ വിൻ ചെയ്യണം, അറ്റാക്കിലേക്ക് പോകണം, ആ ഒരു ഇൻറ്റൻ്റ് ഒക്കെ ശരിക്കും ആർസണലിലെ പ്ലെയേഴ്സ് കാണിക്കുന്നുണ്ടായിരുന്നു പിച്ചിൽ. അപ്പോൾ നമ്മൾ സ്റ്റാർട്സ് തമ്മിൽ കമ്പയർ ചെയ്താലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ XG ആണെങ്കിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്തതൊക്കെ നോക്കിയാൽ ഏകദേശം സിമിലർ ആണ്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫൈനൽ തേർഡിൽ എപ്പോഴും സിറ്റിക്ക് ആ ഒരു എഡ്ജ് ഉണ്ട്. ഫൈനൽ തേർഡിലെ സിറ്റിയുടെ ക്വാളിറ്റി അത് ആർസണലിനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ ടീമിൽ നിന്ന് നമ്മുടെ എർലിംഗ് ഹാലൻഡിനെ പിടിച്ച് ആർസണലിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ, നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും. കായ് ഹാവർട്സ് എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഇന്ന് 1v1 ഗോൾ കീപ്പറുമായിട്ട് മിസ് ചെയ്യുന്നു. എക്സ്ട്രാ ടൈമിൽ ആ ഒരു ഹെഡർ ചാൻസ്, പിന്നെ എസ്സയുടെ ആ ഒരു ചാൻസ് ഗോൾ പോസ്റ്റിൽ അടിക്കുന്നു. അങ്ങനെ നല്ല ചാൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഈവൻ ഒരു സമനില നിങ്ങൾക്ക് മതിയായിരുന്നു. സമനിലയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് അതൊരു നല്ല റിസൾട്ട് ആയിരുന്നേനെ. പക്ഷേ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞ ദിവസമാണിന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റ ദിവസം കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിൽ തോറ്റത്. 2026 കയറിയ പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കുക. 2026 ജനുവരി മുതലാണ് നിങ്ങൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 2026 ജനുവരി മുതൽ ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത പോയിന്റ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ, നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 20 പോയിന്റ്സ് ആണ് നിങ്ങൾ 2026 ജനുവരി മുതൽ ഇന്നത്തെ ദിവസം വരെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ മത്സരങ്ങളിൽ പകുതി മത്സരമെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് വരത്തില്ലായിരുന്നു. ഇന്ന് ആർട്ടേറ്റ നടത്തിയ ഏറ്റവും മോശം തീരുമാനമായിട്ട് എനിക്ക് തോന്നിയത്, നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന എസ്സയെ പിടിച്ച് സബ് ചെയ്യുന്നു, ട്രൊസാർഡിനെ കൊണ്ടിരുന്നു. എസ്സയെ സബ് ചെയ്യുന്നതിന് പകരം മോശമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒഡേഗാർഡിനെ മാറ്റാമായിരുന്നു. ഒഡേഗാർഡിനെ മാറ്റിയിട്ട് ട്രൊസാർഡിനെ കൊണ്ടുവരാമായിരുന്നു. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ അർട്ടേറ്റയുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഗബ്രിയേൽ ഇന്ന് പോയിട്ട് ആ ഒരു തല കൊണ്ട് ഹാലൻഡിനെ പോയി ഇടിക്കുന്നുണ്ട്, ഹാലൻഡിൻ്റെ മൂക്കിനിട്ട് ഇടിക്കുന്നുണ്ട്. അത് ക്ലിയർ റെഡ് കാർഡ് കിട്ടേണ്ട ഒഫൻസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. ചിലപ്പം പലരും പറയും എന്നാ പറയുന്നത്, ഹാലൻഡ് റിയാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു ചലഞ്ച് അല്ല അത്, അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചലഞ്ച് അല്ലെങ്കിൽ അറ്റംപ്റ്റ് അല്ല ഗബ്രിയേൽ നടത്തിയെന്ന് പല ആൾക്കാരും പറഞ്ഞെന്നിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ മത്സരത്തിൻ്റെ VAR എന്ന് പറയുന്നത് ജോൺ ബ്രൂക്സ്. ഈ ജോൺ ബ്രൂക്സ് തന്നെയാണ് യുണൈറ്റഡും അതുപോലെ തന്നെ ലീഡ്സും തമ്മിൽ നടന്ന മത്സരത്തിൻ്റെ VAR പുള്ളിയായിരുന്നു. അപ്പോൾ ആ VAR ആയിരുന്ന ജോൺ ബ്രൂക്സ് അന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് കാൾവെർട്ട് ലെവിൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ ചെയ്ത് റെഡ് കാർഡ് കൊടുത്ത മനുഷ്യനാണ്. ആ ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഗബ്രിയേലിൽ നിന്ന് റെഡ് കിട്ടിയിരുന്നെങ്കിൽ മുന്നോട്ടുള്ള 2-3 മത്സരങ്ങൾ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അത് ആർസണലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ആയിരുന്നേനെ. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് റെഡ് കിട്ടിയതിന് ഞങ്ങൾക്ക് കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സന്തോഷം.
നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. അപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിൽ പെപ്പ് ഗാർഡിയോളയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടിയ സീസണാണ് ഇത്. അപ്പം ഈ സീസണിൽ ഇത് പെപ്പ് ഗാർഡിയോളയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസൺ അല്ലെങ്കിൽ ഏറ്റവും മോശം സിറ്റി ടീം. പുള്ളി റീബിൽഡ് നടത്തുന്നതിൽ പുള്ളി പരാജയപ്പെടുന്നു. അതേപോലെ തന്നെ എന്നാ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 2 സീസൺ ലീഗ് ടൈറ്റിൽ ജയിക്കാത്ത ആ ഒരു റെക്കോർഡും കൂടെ സ്വന്തമാക്കാൻ ഗാർഡിയോള പോകുന്നു. ഇങ്ങനത്തെ പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പം സിറ്റിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ സിറ്റി ഇപ്പം ഡൊമസ്റ്റിക് ട്രബിൾ ജയിക്കുന്നതിന് അരികെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കറബോ കപ്പ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു, FA കപ്പിൻ്റെ സെമി ഫൈനലിൽ. അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ്, ഇന്നത്തെ മത്സരം കൂടെ ജയിച്ച ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം സിറ്റിക്കുണ്ട്. അപ്പോൾ സിറ്റിയുടെ ഈ ഒരു തിരിച്ചു വരവിൻ്റെ സമയത്ത് നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ്. ബാക്കി പല വലിയ വലിയ ടീമുകളും, യുണൈറ്റഡ് അടക്കമുള്ള ടീമുകളും ഉറക്കം തൂങ്ങി നിന്ന സമയത്ത് സിറ്റി സെമന്യോയും അതുപോലെ തന്നെ മാർഗഹി ഇങ്ങനത്തെ 2 വമ്പൻ സൈനിങ്സ് നടത്തി. അത് അവരുടെ സീസണിലെ തന്നെ വലിയൊരു വഴിത്തിരിവ് ആകാൻ പോകുന്ന ഒരു ഡിസിഷൻ തന്നെയാണ്. അവരുടെ മാനേജ്മെൻറ്റ് നടത്തിയ അങ്ങനത്തെ ഒരു തീരുമാനം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രബിളിൽ വരെ കൊണ്ടെത്താൻ സാധ്യതയുള്ളൊരു തീരുമാനമായി മാറാൻ പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പ് ഗാർഡിയോളയോട് മത്സരിച്ച് പല ആൾക്കാരും പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ സഹിക്കാൻ വയ്യാതെ യർഗൻ ക്ലോപ്പിനെ പോലുള്ള ആൾക്കാരൊക്കെ പ്രീമിയർ ലീഗും ഫുട്ബോളിനെ തന്നെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോയതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആർസനൽ ആർട്ടറ്റയെ പുറത്താക്കാൻ തയ്യാറായില്ലെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ആർട്ടറ്റ തന്നെ പറയും എനിക്ക് പറ്റത്തില്ല, എനിക്കിത് നടക്കത്തില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ല, പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി മടുത്തിട്ട് മനുഷ്യനല്ലേ എന്തുമാത്രമാണ് ഇവിടെ സഹിക്കുന്നത്. ട്രസ്റ്റിൻ്റെ പ്രോസസ്സിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പുറത്താക്കില്ല, ആർട്ടറ്റ തന്നെ ഇട്ടിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്പ് ഗാർഡിയോള ഈ ഒരു സീസൺ കൂടെ ജയിക്കുകയാണെങ്കിൽ പുള്ളി പറയണം ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ട്രോഫി പ്രീമിയർ ലീഗ് ജയിച്ചു, ഞാൻ ഈ ലീഗ് ഡോമിനേറ്റ് ചെയ്തു, ഇതിനെ ഞാൻ കണ്ടം ലീഗൊക്കെ ആക്കി മാറ്റി, എനിക്ക് മുന്നോട്ടുള്ള അംബിഷനും കാര്യങ്ങളും ഈ ലീഗിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല, സലാം പറഞ്ഞ് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയുള്ളവരും കൂടെ ജയിച്ചോട്ടെ. ആ ഒരു ഉപകാരം കൂടെ ഈ സീസൺ ജയിക്കുകയാണെങ്കിൽ ഗാർഡിയോള ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമുകളുടെ കാര്യം, നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടത്തിൽ തന്നെയാണ്. അപ്പം മാച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിഹാദിൽ ട്രോളുകളുടെ ബഹളമാണ്. ഒരു സൈഡിൽ ഹാലൻഡിൻ്റെ മീമുകൾ, ആർസനലിനെ കളിയാക്കുന്ന മീമുകൾ, ആക്ഷൻസ്, അതേപോലെ തന്നെ ആർസനൽ ലേബലിലുള്ള കുപ്പികൾ എത്തിഹാദിൽ മുഴുവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ട്രോളുകളുടെ ബഹളമായിരുന്നു എത്തിഹാദിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പം മാച്ചിനെ പറ്റിയും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.